ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പുഡിംഗ് റെസിപ്പിയും കൊണ്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണെന്ന് ഞാൻ കാണിക്കുന്നത്. ഒരു സ്നോ ക്യാരറ്റ് പുഡിംഗ് ആണ്. പേര് പോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഈ പുഡിംഗ്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർക്കാണ്ടാണ് നമ്മൾ ഈ പുഡിംഗ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിംഗ് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. 2 ക്യാരറ്റ് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. 3 മുട്ട, അതിൻ്റെ വെള്ളി മഞ്ഞി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കുക. പിന്നെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഒരു 1/2 ലിറ്റർ പാലുണ്ടാവും. 3/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന് വേണം. വാനില എസൻസ് വേണ്ടാത്തവർ ഏലക്കാപ്പൊടി ചേർത്താൽ മതി. ഇനി നമുക്ക് ഈ മുട്ടൻ്റെ മഞ്ഞ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ബീറ്റ് ചെയ്യാൻ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു തവിയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. പഞ്ചസാരയും മുട്ടമഞ്ഞി നല്ലോണം മിക്സ് ആക്കുക. ഇത് നമുക്ക് കസ്റ്റേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യണം. കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. കട്ട കെട്ടാണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റേർഡ് പൗഡർ ചേർത്തിട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കിയാൽ മതി. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പ്രത്യേകിച്ച് നെയ്യോ ബട്ടറോ ഒന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ. പഞ്ചസാര മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ക്യാരറ്റിലുള്ള വെള്ളവും പഞ്ചസാരയും കൂടെ തന്നെ ക്യാരറ്റ് നന്നായിട്ട് വേവും. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഒരു സോസ് പാൻ എടുത്തിട്ട് നമുക്ക് പാലൊന്ന് ചൂടാക്കാൻ വെക്കാം. പാല് ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് തന്നെ നമുക്ക് മുട്ടൻ്റെ ആ മിക്സ് ചേർത്ത് കൊടുക്കണം. മുട്ടൻ്റെ മഞ്ഞയും അതുപോലെ തന്നെ പഞ്ചസാരയും കോൺഫ്ലവറും കൂടെ ചേർത്തിട്ടുള്ള മിക്സാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇളക്കി കൊടുക്കുക. കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ ആ ഒരു ബൗളിലുള്ള മൊത്തം ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട്.
ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കാം. കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റർഡിന്റെ ടേസ്റ്റ് മൊത്തം മാറും. ഇപ്പോൾ നമ്മുടെ കസ്റ്റർഡ് ഏകദേശം ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ആണ് ചേർക്കാനുള്ളത്. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാനിലൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഏലക്കാപ്പൊടി ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ കറക്റ്റ് കസ്റ്റർഡിന്റെ കളറും ടെക്സ്ചറൊക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാൻ മാറ്റിയേക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുട്ടന്റെ വെള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിന് ബീറ്റർ തന്നെ വേണം കേട്ടോ, എങ്കിലേ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ സ്നോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഈ എഗ് വൈറ്റിൻ്റെതാണ്. ഇത് മുട്ട വെച്ചിട്ട് ചെയ്യുന്ന കസ്റ്റർഡ് ആണെങ്കിൽ മുട്ടന്റെ ടേസ്റ്റ് ഒട്ടും തന്നെ ഉണ്ടാവില്ല. നമ്മൾ കഴിക്കുമ്പോൾ മുട്ടയാണെന്ന് പോലും അറിയില്ല കേട്ടോ. ഇത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണും കൂടെ, 1/2 ടീസ്പൂൺ ഇല്ല, ഒരു 1/4 ടീസ്പൂൺ, ഒരു 3-4 ഡ്രോപ്സ് വാനില എസൻസും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ആ എഗ് സ്മെല്ലൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക കേട്ടോ. ആദ്യം ചെറിയ സ്പീഡിലിട്ടിട്ട് പിന്നെ കുറച്ച് സ്പീഡ് കൂട്ടി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പോൾ ആരും അറിയാത്തവരുണ്ടെങ്കിലാണ് ഞാൻ അത്രയും വിശദമായിട്ട് പറയുന്നത്. അറിയുന്നവർ ക്ഷമിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്ന ബൗളിൽ വെള്ളത്തിൻ്റെ നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നല്ല ഇതായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പാത്രം കമഴ്ത്തി പിടിച്ചാൽ ചാടരുത് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പരുവം. അത്രക്ക് സ്റ്റിഫായിരിക്കും അത്, എവിടേക്കും ഇളകൊന്നുമില്ല. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു പാനിൽ നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിങ്ങനെ ആ എഗ് വൈറ്റ് ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും ആവശ്യമില്ല. സ്നോക്ക് ശരിക്ക് ഷേപ്പൊന്നും ഇല്ലല്ലോ, അതുപോലെ തന്നെയാണ്. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് വേവ് കേട്ടോ, ഒന്ന് ബോയിൽ ചെയ്തിട്ടാണ്. എഗ് വൈറ്റ് നമ്മൾ വേവിച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എഗ് വൈറ്റിൽ ഓൾറെഡി നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു മധുരം ഉണ്ടാവും. പിന്നെ പുഡിങ്ങിന്റെ കൂടെ കഴിക്കുമ്പോൾ ആ ഒരു മധുരം കൂടെ ഉണ്ടാവും. ഇത് വെള്ളം ബോയിൽ ചെയ്യുന്ന സമയത്ത് ഒന്നായിട്ട് പൊങ്ങി വരും. അപ്പൊ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം റെഡി ആവുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് പൊട്ടൊന്നുമില്ല കേട്ടോ, നല്ലതിൽ തന്നെ നമുക്ക് തിരിച്ചിടാനൊക്കെ കഴിയും. ഇപ്പം 2 ഭാഗവും നമുക്കൊന്ന് വേവിച്ചിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഒന്ന് കോരി മാറ്റാം. ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. ശരിക്കും സ്നോ എന്ന് പറയുന്ന പോലെ തന്നെ കഴിക്കുമ്പോൾ നമ്മളെ വായിൽ നല്ലൊരിതാണ്, അലിഞ്ഞു പോകുന്നൊരു ടേസ്റ്റാണത്. നമ്മൾ മൊത്തം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കോരി മാറ്റാം. ഇനി ഓരോന്നോരോന്ന് എടുത്തിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഞാൻ പ്ലേറ്റിലേക്ക് മൊത്തം മാറ്റി വെക്കുന്നുണ്ട് കോരിയിട്ട്.
ഇനി നമ്മുടെ കസ്റ്റർഡ് മുഴുവനായിട്ട് തണുത്തിട്ടില്ല എങ്കിലും കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. റൂം ടെമ്പറേച്ചർ തന്നെയായിരുന്നു ഞാൻ കസ്റ്റർഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുഴുവനായിട്ട് തണുത്തിട്ടില്ല, അതിന്റെ ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു പുഡിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഒരു ബൗളിൽ, നിങ്ങൾ ഏത് ബൗളിലാണ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്നോയും കൂടെ മേളിൽ വെച്ചിട്ട് തണുപ്പിക്കാൻ വെക്കാം. ഇനി നമ്മൾ നേരത്തെ ഇതാക്കിയിട്ടുള്ള എഗ് വൈറ്റിൻ്റെത് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം. നമ്മൾ കഴിക്കുമ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. നമ്മൾ സെർവ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചെയ്യാം. ഇങ്ങനെ നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ക്യാരറ്റിന് ചെറിയ പീസസ് വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നോ ക്യാരറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.